ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഡീമബിൾ ഡെപ്റ്റിൽ ആഫ്റ്റർ ടാക്സ് വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ മുന്നേ ഉള്ള, അതായത് റെഡീമബിൾ തന്നെ ബിഫോർ ടാക്സിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇറഡീമബിൾ ഡെപ്റ്റിൽ ആഫ്റ്റർ ടാക്സും ബിഫോർ ടാക്സും, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ ഫ്ലൊട്ടേഷനിലും വന്നാലും എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതായത് ഈ ചാനൽ എടുത്തിട്ട്, അതായത് മിസ്റ്ററി എന്നുള്ള ചാനൽ എടുത്തിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുക. പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. സോ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഐ തിങ്ക് ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളത്. അത് കണ്ടിട്ട് ബാക്കി മുഴുവൻ പ്രോബ്ലമാണ് അധികവും ഈ ഒരു ചാപ്റ്ററിലുള്ളത്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. എനിവേ നമുക്ക് ഈ റെഡീമബിൾ ഡെപ്റ്റിൽ ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എനിവേ കെ ഡി ഈക്വൽ ടു ഐ ഇൻറ്റു 1 - t + 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ വരുന്നത് ആഫ്റ്റർ ടാക്സ്. അതായത് ടാക്സ് റേറ്റ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആഫ്റ്റർ ടാക്സിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എന്ത് എഴുതുക, ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഐ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ടി എന്ന് ടാക്സ് റേറ്റ് ആണ്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ആർ വി എന്ന് പറയുമ്പോൾ റിഡീമബിൾ വാല്യൂ, എൻ പി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ആർ വി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയിലാണോ റിഡീം ചെയ്യുന്നത്, എൻ പി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ എങ്ങനെയാണോ ഇഷ്യൂ ചെയ്യുന്നത്, ഐ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ്, ടി ടാക്സ് റേറ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. അസ്യൂമിങ് ദാറ്റ് എ ഫേം പേസ് ടാക്സ് അറ്റ് 50% റേറ്റ്, കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി ഫോളോയിങ് കേസസ്. അതായത് ഇവിടെ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 50% ആണ്. പിന്നെ കമ്പ്യൂട്ട് ദി ടാക്സ്. ഓക്കെ, എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പെർപെക്ച്വൽ ബോണ്ട് സോൾഡ് അറ്റ് പാർ, കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീയിങ് 7%. ഈ പെർപെക്ച്വൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇറഡീമബിൾ ഡെപ്റ്റ് എന്താണെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, പെർപെക്ച്വൽ ബോണ്ട് എന്നുള്ളത്. അപ്പോൾ പെർപെക്ച്വൽ ബോണ്ട് ഇറഡീമബിൾ ഡെപ്റ്റ് വിൽക്കുന്നത് എങ്ങനെയാണ്, പാറിലാണ് വിൽക്കുന്നത്. കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീയിങ് 7%. ഇവിടെ ഒറിജിനൽ വാല്യൂ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ 100 എടുക്കുക. ഓക്കെ, 100ൻ്റെ 7%. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ടാക്സ് റേറ്റ് പറയാത്തത് കൊണ്ട് തന്നെ ഇക്വേഷൻ അറിയുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം നമുക്ക്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ 10-year 8% ₹1,000 പെർ ബോണ്ട് സോൾഡ് അറ്റ് 950 ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അതായത് 10 വർഷമാണ് ഇവിടെ ടൈം. എന്ന് പറഞ്ഞത് 10 വർഷമാണ്. 8% ആണ് എന്ത്, ഇൻട്രസ്റ്റ്. ഒരു ഷെയറിൻ്റെ രൂപ എന്ന് പറയുന്നത് 1000 ആണ്. ബണ്ട് സോൾഡ് 950 രൂപയ്ക്കാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫ്ലൊട്ടേഷൻ കോസ്റ്റ് എന്തോ. അപ്പോൾ ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനെയാണ് എന്ത് പറയുന്നത്, ഫ്ലൊട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്ത് പറഞ്ഞിട്ടില്ല, ടാക്സ് റേറ്റ് പറഞ്ഞിട്ടില്ല. സോ ഇതെന്താണ്, ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 50% ആണ്. പിന്നെ ഇതെന്താണ്, ഒരു ഇറഡീമബിളിൻ്റെ ഡെപ്റ്റാണ്. സോ ക്വസ്റ്റ്യൻ വരുന്നത് ഐ ഇൻറ്റു 1 - t ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 100. അപ്പോൾ ആദ്യം നമ്മൾ 50നെ 100ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.5 കിട്ടും. പിന്നെ ഇതിൽ എന്താ പറയുന്നത്, പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഐ എന്ന് പറയുന്നത് എത്രയാണ്, 7% ആണ്. പിന്നെ 1 - 0.50% ടാക്സ് റേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ 0.5ലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ എൻ പി എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, കാരണം ഇവിടെ വിൽക്കുന്ന ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 100 കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷനിലുള്ളത് അപ്ലൈ ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% ആണ് ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 50% നമ്മൾ 0.5ലോട്ട് എടുക്കുക. ഇവിടെ ഒരു ആക്ച്വൽ എമൗണ്ട് ഇവിടെ പറയുന്നില്ലല്ലോ. ഇവിടെ ആകെ പറഞ്ഞുള്ളത് 7% എന്നല്ല. ഈ 7% എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്ര രൂപയായിരിക്കും, 100 രൂപയായിരിക്കും. അത് നമ്മളങ്ങ് പ്രെഡിക്റ്റ് ചെയ്യല്ല, അതായിരിക്കും അത്. കാരണം അങ്ങനെ വലിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി അവർ പറയും. സോ ഇതങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എൻ പി 100 എടുത്തു. ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ ഈ 1 0.5 മൈനസ് ചെയ്താൽ 0.5. അപ്പോൾ 7 × 0.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. ഓക്കെ, 7 × 0.5 ഈക്വൽ ടു 3.5. 3.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം,
ഇത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0.035 കിട്ടും. ഇതിനെ ഇങ്ങനെ ചെയ്താൽ 0.035 ഇൻറ്റു 100 വരും. ആദ്യം ഇത് കിട്ടും, എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 0.03 ഇൻറ്റു 500 3.5. ഇതാണ് എന്ത് കോസ്റ്റ് ഓഫ് പെർപെക്ച്വൽ ബോണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 50% ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ടാക്സ് റേറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 പ്രോബ്ലം വരുന്നുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഇറഡീമബിൾ ഡെപ്റ്റും വരുന്നുണ്ട്, റെഡീമബിൾ ഡെപ്റ്റും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇറഡീമബിൾ ഡെപ്റ്റാണ്. കൃത്യമായിട്ട് ഒരു ടൈമും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പെർപെക്ച്വൽ ബോണ്ട് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പെർപെക്ച്വൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറഡീമബിൾ ബോണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 ഇയർ 8% 1000 രൂപയാണ് എന്ത് ഒരു ഷെയറിന് അവർ വിറ്റത് 1000 രൂപയ്ക്കാണ്. 1000 രൂപയുടെ ഷെയർ അവർ വിറ്റത് 950 രൂപയ്ക്കാണ്. 10 ഇയർ ഒരു 10 വർഷത്തിന് 8% ആണ് എന്ത് ആ ഡിബഞ്ചേഴ്സിൻ്റെ പ്രൈസ് എന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 1000 രൂപയുടെ ഡിബഞ്ചേഴ്സ് അവർ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 950 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതായത് ഡിസ്കൗണ്ടിന് എമൗണ്ടിനാണ് അവർ വിൽക്കുന്നത്. ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. 4% എന്തുണ്ട്? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ് കേട്ടോ, അതായത് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരിവിടെ ഇഷ്യൂ ചെയ്യുന്നത് 950 രൂപയ്ക്കല്ലേ. അപ്പോൾ ഈ 950 രൂപേൻ്റെ 4% നമ്മൾ കാണണം. ഈ 4% കണ്ടിട്ട് ഈ 4% ഇതൊന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് വരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത് NP എന്ന് പറയുന്നത്. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലായി. ഇതൊരു റിഡീമബിളിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇത് ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ? ആഫ്റ്റർ ടാക്സ് ആണ്. കാരണം ടാക്സ് റേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50%. സോ ഇതെന്താണ്, ഒരു റിഡീമബിൾ ഡെപ്റ്റിൽ ആഫ്റ്റർ ടാക്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതാം. KD = I × 1 - T + 1/n × RV - NP / 1/2 × RV + NP. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം I കാണണം. I കാണാമെന്ന് പറയുമ്പോൾ ഇവിടെ 8% ആണ് എന്ത് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നിൻ്റെ പ്രൈസിൻ്റെ രൂപ എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇത്ര എണ്ണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ 1000 രൂപ തന്നെ എടുക്കുക. ഇനിയല്ല ഇത്ര എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 1000 × 1 പ്രൈസ് ഇതാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1000 എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സോ 1000 ഷെയർസോ അല്ലെങ്കിൽ ഒരു ഷെയറിന് 1000 രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും ഇത്. ഓക്കെ, അപ്പോൾ 1000 രൂപയുടെ 8% കാണും. അപ്പോൾ 80 രൂപ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? I കിട്ടി. ഓക്കെ, എന്ന് പറയുന്നത് 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 രൂപ N. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടാക്സ് റേറ്റ് കാണാം. ടാക്സ് റേറ്റ് ഇവിടെ 50% ആണ്. അപ്പോൾ T = 50/100 0.5. അപ്പോൾ നമുക്ക് ടിയും കിട്ടി. ഇനി RV എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ. അതായത് നമ്മളിവിടെ റിഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്നെ ഇതിൽ RV 1000 രൂപയാണ് 1000 രൂപയാണെന്ന്, അതായത് റിഡീം ചെയ്യുന്നത് 1000 രൂപയിലാണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് അവർ ഇഷ്യൂ ചെയ്തതാണ്. സോ ഇതെന്തായിരിക്കും? റിഡീമബിൾ വാല്യൂ ആയിരിക്കും. റിഡീമബിൾ വാല്യൂ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ പാറിലാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് RV 1000. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളേതാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിവേ, അപ്പോൾ RV നമുക്ക് 1000 രൂപ. പിന്നെ NP എന്ന് പറയുന്നത് 950. കാരണം 950 രൂപയ്ക്കാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഈ 950ൻ്റെ 4% കാണും. 950 × 4 / 100 = 950ൻ്റെ 4% എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ 950 നിന്ന് 38 മൈനസ് ചെയ്താൽ 912. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? NP എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്നറിയില്ല കേട്ടോ, എന്നാലും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. I കിട്ടിയിട്ടുണ്ട്, N കിട്ടിയിട്ടുണ്ട്, T കിട്ടിയിട്ടുണ്ട്, RV കിട്ടിയിട്ടുണ്ട്, NP കിട്ടിയിട്ടുണ്ട്. ഈ RV എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? കാരണം ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 950. സോൾഡ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 950 രൂപയ്ക്കാണ്. അപ്പോൾ പിന്നെ ഈ 1000 രൂപ എന്താ അവർ റിഡീം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. 80 × 1 - 0.05 + 1/10 × 1000 മൈനസ് 912 എന്ന് പറയുന്നത് NP ആണ് കേട്ടോ. ഇത് 1000 രൂപ എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ / 1/2 × 1000 + 912. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക്
ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 1000-ൽ നിന്നും 912 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 88 കിട്ടും. അതൊക്കെ, അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 1/10 എന്ന് പറഞ്ഞത് എത്രയാണ്? 0.1 അതും നമുക്ക് ഓക്കെ. അപ്പോൾ 1/10 ഇൻറ്റു 0.1. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1 - 0.5 ഉണ്ടല്ലോ, അപ്പോൾ അതാദ്യം മൈനസ് ചെയ്യണം. അതായത് ഇത് ഇവിടെ വരേണ്ട ഇതാണ് കേട്ടോ, ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു, മേ ബി ഡൗട്ട് വന്നാലോ. അപ്പോൾ 1 - 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. അപ്പോൾ 80 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 40 ഈ 40 ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം 1 - 0.5 = 0.5. അപ്പോൾ 80 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ആദ്യം ഈ 40 എടുത്ത് എഴുതുക. പിന്നെ 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1. അതാണ് ഇത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ വന്നതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 1/10 എന്ന് പറയുമ്പോൾ 0.1 ആണ്, അത് എഴുതി. പിന്നെ 1000-ൽ നിന്ന് 912 മൈനസ് ചെയ്താൽ 88. ഓക്കെ, അതായത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 1-ൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 കിട്ടും. അപ്പോൾ 80 ഇൻറ്റു 0.5. 80 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 40 കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് 1/10. അപ്പോൾ ഈ 40നോട് നമ്മൾ പ്ലസ് ചെയ്യണം 1/10. 1/10 എന്ന് പറയുമ്പോൾ 0.1 ആണ്. അപ്പോൾ 1/10 പ്ലസ് ചെയ്യണം ഇൻറ്റു 88. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ 1/2. 1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. പിന്നെ 1000 + 912 1912. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. അതും കിട്ടിയില്ലേ? ഇനി ഈ ഒരു സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് 40 അവിടെ നിൽക്കട്ടെ, ഇതവിടെ വെച്ചിട്ട് ഇത് പ്ലസ് ബട്ടൺ അല്ലേ, അത് നമുക്ക് ഇൻറ്റു ചെയ്യാം. 0.1 ഇൻറ്റു 88. 0.1 ഇൻറ്റു 88 എന്ന് പറയുമ്പോൾ 8.8 വരും. അപ്പോൾ 40 + 8.8. ഈ 40 ഇങ്ങോട്ട് എടുത്ത് എഴുതുക. പിന്നെ അതുപോലെ തന്നെ 0.5 ഇത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. അപ്പോൾ 40 + 8.8 = 48.8. 0.5 ഇൻറ്റു 1912 = 956. അതായത് 986 ഇൻറ്റു 100. ഇവിടെ 100 ഉണ്ട് കേട്ടോ, ഇൻറ്റു 100 വരും. അപ്പം 48.8 ഡിവൈഡഡ് ബൈ 986 ഇൻറ്റു 100 = 5.10. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം, എന്നാലും ഓക്കെ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1-ൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 കിട്ടും. അപ്പോൾ ആ 80നെ 0.5 ആയിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 40 കിട്ടും. പിന്നെ 1/10 എന്ന് പറയുന്നത് 0.1 ആണ്. 1000-ൽ നിന്ന് 912 മൈനസ് ചെയ്താൽ 88 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 1912 കിട്ടും. അപ്പോൾ 40 + 0.1 അല്ല ആദ്യം നോക്കേണ്ടത്. ആദ്യം ഇൻറ്റു ചെയ്യുക, അതിന് ശേഷം പിന്നെ ആഡ് ചെയ്യുക. ഓക്കെ, 0.1 ഇൻറ്റു 88 = 8.8. അപ്പോൾ 40 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. പിന്നെ ഇത് 48 + 8, പിന്നെ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് 986 ഇൻറ്റു 100. ലാസ്റ്റ് ഫൈനലി 5.10 ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാട്ടോ, ഞാൻ വേണേ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എക്സാമിൻ്റെ മുന്നേ മേ ബി നിങ്ങൾക്ക് എക്സാം ഐ തിങ്ക് November 5 തോന്നുന്നുണ്ട് 5th സെം എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങളുടേതും ഉണ്ടായിരിക്കും. ഒരു 25 നിങ്ങളതും എക്സ്പെക്റ്റ് ചെയ്യാം. ഇതുവരെയുള്ള യൂണിവേഴ്സിറ്റി കലണ്ടറിൽ വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ തീർത്ത് തരാം. ഓക്കെ, താങ്ക്